പാമ്പരന് തിരിയാനും മമ്മി ഉഷയോട് വാങ്ങിയതാ. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണിതല്ല അല്ലേ? എന്റെ മഴ അടിച്ചു വെക്കാം. ഓ മൈ ഡിയർ, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? അച്ഛൻ പറഞ്ഞു ശരിയല്ല. എന്തുകൊണ്ട് നൊന്നോ? നിന്റെ വാദഗതിയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ്. താങ്ക് യു. മോർണിംഗ് സെഷൻ. ഉഷേ, അച്ഛാ ഇത് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത്? മെറി ക്രിസ്മസ് ടു യു. താങ്ക് യു. ജോലി ജോലി ജോലി. പ്ലീസ് സിറ്റ് ഡൗൺ. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കും. യു ബി ദ മീഡിയേറ്റർ. പിന്നെ ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അച്ഛാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ വരുന്നു. ജോലി പോലെ ഞാനിപ്പോ വരാം. എന്ന് തിരിച്ചു പോകും. എന്ന് വേണമെങ്കിൽ പോയേക്കാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം. ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിലും ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പലഹാരത്തിലേ പന്നിയുടെ കൊഴുപ്പും മുട്ടയും എല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ? ആ, എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ? ഇറച്ചി മീന് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്നേ. നീ കേട്ടണ്ട. അതുകൊണ്ടെന്നേ നീ ഇതേ നിന്റെ മുറിയിൽ കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ്. വേണമെങ്കിൽ നീ എടുത്ത് തന്നോ. ദേ തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആ ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടൻ ഇറച്ചി മീനും ഒക്കെ തിന്നും. ആ വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാമ്പിന് ഇറച്ചി ഞാൻ നിന്റെ അമ്മ കേൾക്കണ്ടത്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാണ്. ഓക്കെ അങ്കിൾ, ഞാൻ പോട്ടെ. അല്ലേ ജോലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫോം ടുഡേ. എത്ര രൂപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. ബൈ ശശി. ബൈ. Your father is really great, Usha. My brother? Come on, Ali. Hi, Georgie. Hello. Hi. Hi. റിച്ചി, ജൂലി റെഡി ആയില്ലേ? വേഗമാകട്ടെ. റിച്ചി പോയിക്കോളൂ. ജൂലി കണ്ടോ, എനിക്ക് വരാൻ സമയമാകും. ജൂലി എന്റെ കൂടെ വരുന്നില്ലേ? ഐ എം സോറി റിച്ചി, ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. പ്ലീസ് ക്യാരി ഓൺ. How are you? Long time. Hello. Hello, Mr. Pankaj. How are you? Come on. Hello. Come. Hello, Miss Pillai. Good evening. Come on, come on. Come on. Daddy, Miss Morris. Morris. Hello. Hello, Miss Morris. Miss Pillai. Hello. Come on. Come on, please. Hello. Hey, Julie. What are you doing here? oh, nothing. Then come on. എന്ത് പറ്റി? വിട് റിച്ചി, വല്ലവർ കാണും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എനിക്കൊന്നും പറയാനില്ല. പിന്നെന്താ ഈ മട്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? റിച്ചി,
എന്നെ സല്യൂട്ട് ചെയ്തു. All right. ഹലോ ഉഷ. ഹായ് ജൂലി. ഹലോ ജൂലി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി, പോവാം. Sorry. Hit there. പെട്ടെന്ന് പുറപ്പെടേണ്ടി വന്നു. ഡാഡി എവിടെ? ഡാഡി ഇപ്പൊ വേണ്ട വരും. ഇല്ലാണല്ലോ ഞാൻ വന്നത്. ഓ, ഡാഡി അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചേ. ഡാഡി പതുക്കെ വരും. ജിമ്മി ക്രിസ്മസിന് വരുമെന്ന് ഞങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചു. ഓഹോ, ജിമ്മി എനിക്ക് എന്ത് പ്രസന്റ് കൊണ്ടുവന്നു? ജിമ്മി എനിക്ക് എന്താ ചേട്ടാ കൊണ്ടുവന്നു? എല്ലായിടത്തും പ്രസന്റേഷൻ കൊണ്ട് എല്ലാ കാര്യം ജിമ്മി നമ്മള് കാറ് വാങ്ങിയിട്ടുണ്ട്. കാറോ? ആ കാറ് പറയാനേ ഉള്ളൂ, അനങ്ങില്ല. അത്രയ്ക്ക് കണ്ടീഷനാണോ? You have forgotten your father, my son. You have forgotten your father, my son. You forgotten your father. No, no. ക്രമത്തിലേറെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കും. ഇന്ന് എന്റെ മകൻ വന്ന ദിവസമാണ്. നീ ആരെ ചോദിക്കാം? ഞാൻ കുടിക്കും. എന്റെ മകൻ വന്ന ദിവസമാണ്. ആര് ചോദിക്കും? ജിമ്മി ക്രിസ്മസിന് വരാതെ ഇപ്പൊ പെട്ടെന്ന് വന്നതുണ്ട്. ഐ എം ഗോയിങ് ടു UK. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഉടൻ ജോലി അവിടെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്ലാൻ. Oh, you go, my son, you go soon. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് മുഴുത്ത യുകെയിലാണ്. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. You will go. I am not coming. ഞാൻ വരുന്നില്ല. You will go. I am not coming. I am not coming. ഞാൻ ഏതായാലും പോവും. എന്റെ അങ്കിൾസ് എല്ലാരും അവിടെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം പോയാൽ പിന്നെ നമുക്കിവിടെ എന്താണ് സ്ഥാനം? അന്ന് നമ്മുടെ ആളുകൾക്ക് എല്ലാം ഇവിടെ ജോലി കിട്ടുമായിരുന്നു. ഇന്ന് എനിവേ ഐ വിൽ ഗോ. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം ഇതാണ് മമ്മി. ഞാൻ ജോലി ചെയ്ത കാലത്തെ ഇൻഷുറൻസും ഗ്രാറ്റുവിറ്റി ഒന്നും എനിക്ക് കളയാൻ സാധ്യമല്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. നീ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണാനൊക്കെ എനിക്ക് കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞാൻ ഒന്നാം തരം വിസ്കി കൊണ്ടതിലുണ്ട്, നല്ല ഫോറിൻ വിസ്കി. My son, my son, you are great. You are great, Daddy. You are great. Good morning, uncle. ഗുഡ് മോർണിംഗ് ജൂലിയൻ. അങ്കിളിന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെപ്പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മഹാമോശ. ഉഷവാണി കുപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. ആന്റി എവിടെ അങ്കിൾ? എന്റെ വാരശിയാര് ഇനി 4 ദിവസത്തേക്ക് അടുക്കള കയറില്ല. ഓ, ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും എല്ലാവരും പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിച്ചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണോ അറിഞ്ഞിട്ട്? അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്ക്. കള്ളി, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്ത് ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനെന്ന് മനസ്സിലായി. ലേറ്റ് ഒന്നും അല്ല. അവിടെ നിൽക്ക്,
ഓടാതെ. ആ ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. ആ മതിയടി അഭിനയം. ആ കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്നെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞതൊക്കെ തേച്ച് മായ്ച്ചു. അയ്യോ വടി ഇടിയൊക്കെ എന്തിനാണ്? ഞമ്മള് മാപ്പാക്കാൻ പറഞ്ഞതല്ലേ. അല്ലോ നമ്മൾ കാശിനൊന്നും വന്നതല്ല. സായിപ്പേ, ഞമ്മക്ക് ബസക്കേടിൽ ഈ സാധനം കിട്ടി. കടയിലേക്ക് ചരക്ക് എടുത്തപ്പ ഒരുത്തൻ പെർസെന്റ് ചെയ്തതാണ്. എന്താണ് ഇത്? ബിസ്കിയാ? എന്തോന്ന് ബ്രാൻഡ്? യമണ്ടൻ. അല്ല, ഇത് നല്ല ബ്രാൻഡാണല്ലോ. ഞമ്മ ഇത് കഴിക്കൂല, ഹറാമാണ്. അല്ല, ഹറാമാണ്, ഞമ്മക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ബുദ്ധി ആലോചിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണെന്ന് ആലോചിച്ചപ്പോ സാഹിബിന്റെ പേര് കിടക്കണം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ, മമ്മിയെ വിളിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ. വണ്ടർഫുൾ വിസ്കി. വണ്ടർഫുൾ വിസ്കി. എന്താ മനസ്സിലായി? അല്ല, ഇപ്പൊ പറഞ്ഞത് നല്ല 1ാം ക്ലാസ് വിസ്കിയാണ്. അതെ, മണ്ടനല്ലേ? മിസ്റ്റർ റഹീം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? നോക്ക്. നമുക്ക് മേലാൽ റഹീമിന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തന്നെയുമല്ല, അവിടെ കൊടുക്കാനുള്ള കാശ് കുറേശ്ശെ കൊടുത്ത് തീർക്കുകയും വേണം. ഡാർലിംഗ്, റഹീമിന് എന്തുകൊണ്ട് കൂടി ഇനിയും പറഞ്ഞില്ല? അല്പം മാനേഴ്സ് വേണ്ടേ? ഞമ്മക്ക് ഇപ്പൊ കുറച്ച് കുടിച്ചു. ഞമ്മക്ക് ആറാമാണ്. ഇനി സായിപ്പിന് ഭയക്ക് വേണ്ട. ഞമ്മ ഒരു കഷ്ണം ഇറച്ചി തിന്നോ? നല്ലൊരു കഷ്ണം ഇറച്ചി അമ്മ നല്ല 1ാം ക്ലാസ് പന്നി ഇറച്ചിയാണ്. ഡാർലിംഗ്, നീ കുറച്ച് കുടിക്കണം. ഇന്ന് റഹീമുമായിട്ടുള്ള വഴക്ക് തീർത്ത നല്ല ദിവസം. കുടിക്കണം. വേണ്ട, ഞാൻ കുടിക്കാം. സായിപ്പേ, ഞമ്മള് കടയിലേക്ക് ഒന്ന് പോകും. പോട്ടെ മദാമേ, കൊച്ചു മദാമേ, നമ്മള് പോയിട്ട് വരാം. കുടിച്ചത് മതി. എനിക്കൊന്ന് കുടിക്കണം. കുടിച്ച് കുടിച്ച് പട്ടിയെപ്പോലെ റോഡിൽ വീണ് ചാവേ ഉള്ളൂ. എനിക്കൊന്ന് കുടിക്കണം. എനിക്കൊന്ന് ഡാൻസ് ചെയ്യണം. ഞാൻ ഇന്ന് ഡാൻസ് ചെയ്യും. ഞാൻ 3 ഡാഡി കണ്ടിട്ടേ കഴിക്കലെന്ന് പറഞ്ഞ കേൾക്കില്ല. രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്തുനിന്ന് ഒന്നും കഴിക്കേണ്ട ഡാഡി. ഡാഡി പ്ലീസ് ഹിയർ ആഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ.
പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? 2 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷയും കണ്ടില്ല. ആ, പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നയച്ചതാണ്. താങ്ക് യു. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ആരാ വന്ന്? ഉഷയുടെ ബ്രദർ മമ്മി. എവിടെ പോയി. എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? യു ഹാവ് നോ മാനേഴ്സ് ജൂലി. ആരെങ്കിലും വന്നാ വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? ഉഷയുടെ അവരാരും വിടില്ല. അവരൊക്കെ ഒരു മാരേജിന് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഞാൻ പോട്ടെ. പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ ഇത്ര പേടിയാണ്. ആരെങ്കിലും കാണും? ആരും കാണും. നോ പ്ലീസ്, നോ പ്ലീസ്.